السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, താനൂർ ഇസ്ലാം വിചാരവേദിയുടെ സൗഹൃദ ഇഫ്താർ സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ഇതുപോലുള്ള സൗഹൃദ സംഗമങ്ങളും ഒന്നിച്ചുള്ള ഇരുത്തവുമൊക്കെ സജീവമായി നടന്നു വരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഇന്നിൻ്റെ ലോകത്ത് ഇത്തരം സംഗമങ്ങൾ ഏറെ പ്രസക്തമാവുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ വിശ്വാസി സമൂഹം കടുത്ത പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നൊരു ന്യൂസ്, ഇന്ത്യയുടെ മണ്ണിൽ ബീഹാറിൽ നോമ്പുകാരിയായ ഒരു യുവതിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു എന്നതാണ്. മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നതിന് മുമ്പേ അവരെ മദ്യവും മൂത്രവും നിർബന്ധപൂർവം കുടിപ്പിച്ചു എന്നാണ്. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? സുശക്തമായ ഒരു ഭരണഘടനയും വളരെ മഹിതമായ ഒരു പാരമ്പര്യവുമുള്ള ഒരു രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യമാണിത്. ആരെങ്കിലും ഉറക്കെ സംസാരിച്ചാൽ അവന്റെ രാജ്യസ്നേഹം പ്രത്യേക അളവുകോൽ ഉപയോഗിച്ച് അളന്നു തിട്ടപ്പെടുത്തി നടപടികൾ സ്വീകരിക്കുന്ന ഒരു കാലവും ലോകവുമായി മാറിയിട്ടുണ്ട്. പക്ഷെ പറയാതെ വയ്യ. നേരത്തെ സൂചിപ്പിച്ചു, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് മറ്റൊരു രാജ്യം ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇടിച്ചു കയറി രാജ്യത്തിന്റെ തലവനെ പാതിരാത്രിയുടെ മറ പിടിച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ട് അതിനെയൊന്ന് അപലപിക്കാൻ പോലും തന്റെ ഇടം കാണിക്കാത്ത ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയുമായി എന്തുമാത്രം അടുത്ത സൗഹൃദമാണ് പതിറ്റാണ്ടുകളായി കാലങ്ങളായി നിലനിർത്തിപ്പോരുന്നതെന്ന് ഒരുപക്ഷെ ഇന്ന് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ വിലസുന്ന ആളുകൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിദയനീയമായ ഒരു വിദേശ നിലപാടിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ പാകിസ്ഥാന്റെ പക്ഷത്തു നിന്ന് ഇന്ത്യക്കെതിരെ സായുധ നടപടികൾക്ക് ചുക്കാൻ പിടിച്ച അമേരിക്കയുടെ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ഗതികേടിലേക്ക് ഈ സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എത്തി നിൽക്കുന്നിടത്ത് ഇത്തരം സൗഹൃദ സംഗമങ്ങൾ ഏറെ പ്രസക്തമാണ്. ആ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ വരാം. നാം നോമ്പിന്റെ രാപ്പകലുകളിലാണുള്ളത്. റമദ് എന്ന വാക്കിൽ നിന്നാണ് റമദാൻ എന്ന പദമുണ്ടായിട്ടുള്ളത്. റമദ് എന്ന വാക്കിന്റെ അർത്ഥം മരുഭൂമിയിൽ എപ്പോഴെങ്കിലും ലഭിക്കുന്ന അവിചാരിത മഴയ്ക്കാണ് അറബി ഭാഷയിൽ റമദ് എന്ന് പറയുന്നത്. റമദാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലുള്ളൊരു കുളിർമഴയായി മാറണം. പാപങ്ങൾ കൊണ്ട് വരണ്ടു വിണ്ടുകീറിയ ഊഷരമായ നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു കുളിർമഴയായി റമദാൻ മാറേണ്ടതുണ്ട്. അങ്ങനെ റമദാനിനെ ഏറ്റെടുക്കുന്നതിനും ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കുന്നതിനും നമുക്ക് സാധ്യമായാൽ
ഏറ്റവും അനുഗ്രഹീതരായ അള്ളാഹുവിന്റെ അടിമകൾ നമ്മളായിരിക്കും. ആരാധനകളാലും മറ്റു സൽക്കർമ്മങ്ങളാലും ഏറെ സമ്പന്നമായ ഒരു കാലമാണ് റമദാൻ. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നോമ്പുകാലത്ത് നാമും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സൗഹൃദ വൃത്തത്തിലുള്ള മുഴുവൻ ആളുകളും അനുഭവിക്കുന്ന സന്തോഷം അത് അനിർവചനീയമാണ്. പതിവായി ചണ്ടയുണ്ടാകുന്ന കുടുംബാംഗങ്ങൾ തമ്മിൽ കശപിശയുള്ള ഒരു കുടുംബത്തിലെ കൗമാരക്കാരനായ ഒരു ചെറുപ്പക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ കൂട്ടത്തിൽ അവനവന്റെ കുടുംബ പ്രശ്നങ്ങൾ പോലീസ് അധികാരികളുടെ മുമ്പിൽ വളരെ സങ്കടത്തോടുകൂടി പങ്കുവച്ചു. വീട്ടിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത്. അതിന് മാത്രം അസ്വസ്ഥതകളാണ് എന്റെ വീട്ടിലുള്ളത്. മാതാപിതാക്കൾ തമ്മിൽ, മുതിർന്ന അംഗങ്ങൾ തമ്മിലൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിലും കലഹമാണ്. നോമ്പിന്റെ 4ാമത്തെ ദിവസമായിരുന്നു ഈ ചെറുപ്പക്കാരൻ പോലീസ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടത്. മുസ്ലിമായ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ നോമ്പുകാലത്തും നിന്റെ വീട്ടിൽ പഴയതുപോലെ തന്നെയാണോ? അതല്ല സർ. ഒട്ടും ആലോചിക്കാതെ പെട്ടെന്നവൻ ഉത്തരം പറഞ്ഞു, അല്ല സർ, നോമ്പുകാലത്തിന് ആശ്വാസമുണ്ട്. ശരിയാണത്. എല്ലാ ഭവനങ്ങളിലും സന്തോഷം നിലനിൽക്കുന്ന ഒരു കാര്യം. എന്താണ് അതിന് കാരണം? നമ്മുടെ ചിന്തകളിൽ, കർമ്മങ്ങളിൽ, ആരാധനകളിൽ, പ്രവർത്തനങ്ങളിൽ നാം ഒരു ചിട്ടയും വട്ടവുമൊക്കെ ബോധപൂർവം നിലനിർത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ചിന്തകളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമെല്ലാം കൂടുതൽ ചിട്ടയോടെയാകുമ്പോ സ്വാഭാവികമായും നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കാനാവും. നോമ്പ് 18-ലെത്തി നിൽക്കുന്നു. ഏതാണ്ട് 2/3 ഭാഗം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. സൗം എന്ന വാക്കിന് സംയമനം എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 5 ആയത്തുകളിലായി കൃത്യമായി നോമ്പിന്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ആ ആയത്തുകൾ ഒരുപക്ഷെ ഹൃദിസ്ഥമാവാം. ഈ 5 ആയത്തുകളിലായി 2 തവണ പടച്ചതമ്പുരാൻ എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബലിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കിയത്, പൂർവിക സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെയാണ് നിങ്ങൾക്കും നോമ്പ്. അതെന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. 18 രാപ്പകലുകളുടെ പരിചയത്തിൽ, പരിശീലനത്തിൽ ഞാനും നിങ്ങളും നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. എന്തുമാത്രം നമുക്ക് നോമ്പിനെ അന്വർത്ഥമാക്കും വിധം വ്യക്തിജീവിതത്തെ, കുടുംബജീവിതത്തെ, സാമൂഹ്യ പരിസരങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടുണ്ട്. ആയിട്ടില്ലെങ്കിൽ അനുകൂലമായ മറുപടിയല്ല നമ്മുടെ അന്തരംഗം നമുക്ക് തരുന്നതെങ്കിൽ ശിഷ്ടദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് എങ്ങനെയായിരിക്കണമെന്ന് നല്ല പഠനവും മുന്നൊരുക്കവും നാം നടത്തേണ്ടതുണ്ട്. ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു മാസമാണ് നോമ്പുകാലം. അതിലേറ്റവും വലിയ വിശേഷണം നോമ്പിന്റെ ലക്ഷ്യമായി പറഞ്ഞ തഖ്വ തന്നെയാണ്. എന്താണ് തഖ്വ? എന്താണ് സംസ്കരണം? എന്താണ് നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരത്തെ ആകമാനം സ്വാധീനിക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് തഖ്വയിലൂടെ നാം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. മഹാനായ ഒരു പണ്ഡിതൻ തഖ്വയെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. ഒരാളുടെ ജീവിതത്തിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അയാളെ നമുക്ക് വേണമെങ്കിൽ മുത്തഖി എന്ന് വിളിക്കാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വകാര്യതകളിൽ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മുത്തഖി. സ്വകാര്യതകളിൽ മനസ്സിന്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മുത്തഖി. നോമ്പുകാലത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത് നമ്മുടെ മസ്തിഷ്കത്തെയാണ്. ആമാശയത്തെ വെറുതെ വിട്ട് മസ്തിഷ്കത്തിന് കൂടുതൽ വർക്ക് നൽകാൻ ആവശ്യപ്പെട്ട കാലമാണ് നോമ്പുകാലം. ആ മസ്തിഷ്കത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വകാര്യതകളെ നമുക്ക് നിയന്ത്രിക്കാനാവുന്നുണ്ടോ? ഈ പണ്ഡിതോദ്ധരണി ഒരു 25 വർഷം മുമ്പായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് പറയാമായിരുന്നു, ഉണ്ട്, ഒരു പരിധിവരെ എന്റെ സ്വകാര്യതകളിൽ ഞാൻ എന്റെ ചിന്തകളെ നിയന്ത്രിക്കാറുണ്ട്. ഇന്നോ സോഷ്യൽ മീഡിയ ഏറ്റവും ഡെവലപ്പായിട്ടുള്ള എന്റെയും നിങ്ങളുടെയും കൈകളിൽ 2, 3, 4 ഇലക്ട്രോണിക് ഡിവൈസസുകളുള്ള ഈ കാലത്ത്
നമുക്ക് നമ്മുടെ ചിന്തകളെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനനുസരിച്ച് നേരായ മാർഗത്തിൽ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നുണ്ടോ നാം ആലോചിക്കേണ്ടതാണ്. നാളിതുവരെ സാധിച്ചില്ലെങ്കിൽ ഏറ്റവും പുണ്യകരമായ തുടരാപ്പകലുകൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക. രണ്ടാമതാ മഹാപണ്ഡിതൻ പറഞ്ഞു, ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് മുത്തഖി. ജനസമക്ഷം നാം നിലകൊള്ളുമ്പോൾ, മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാനാവണം. അരുതായ്മകൾ, മറ്റുള്ളവർക്ക് പ്രയാസകരമാകുന്ന വർത്തമാനങ്ങൾ എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ നാം സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ, കരുതുന്നുവെങ്കിൽ നമുക്ക് മുത്തഖികളുടെ ഗണത്തിൽ ഉൾപ്പെടാനാവും. ഈ മഹാൻ മൂന്നാമതായി സൂചിപ്പിച്ചത് അശ്ലീലതകളിൽ നിന്നും കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയുന്നവരാണ് മുത്തഖി. ആശങ്കയോടെ, സ്വല്പം ബേജാറോടുകൂടിയാണ് ഞാനിത് നിങ്ങളോട് സംവദിക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയാറുണ്ടോ? നമ്മുടെ മൊബൈൽ ഡിവൈസുകൾ, എന്റെയും നിങ്ങളുടെയും കൈവശമുള്ള മൊബൈൽ ഫോണുകളിൽ പ്രസംഗങ്ങൾക്ക് മതിയായിരിക്കും നമ്മളൊരു ഷോർട്ട് വീഡിയോ കാണുന്നത്. ഒരു വീഡിയോയിൽ നിന്ന് എത്രയെത്ര വീഡിയോകളിലേക്കാണ് നമ്മളിങ്ങനെ മാറി മാറി സഞ്ചരിക്കാറുള്ളത്. അരുതായ്മകളും അനാവശ്യങ്ങളും അത്തരം ദൃശ്യങ്ങളിൽ നമ്മുടെ കണ്ണുകളെ, അവിടെയാണ് സൂചിപ്പിച്ചത്, അശ്ലീലതകളിൽ നിന്ന് ആർക്കാണ് തന്റെ നയനങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്നവൻ, അവനാണ് മുത്തഖി. നാലാമതായി അദ്ദേഹം പറഞ്ഞത്, ഹറാമുകളെ തൊട്ട് ശരീരത്തെ സൂക്ഷിക്കാൻ കഴിയണം. തന്റെ വയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കനുവദനീയമല്ലാത്തയൊന്നും ഭക്ഷണമായോ വസ്ത്രമായോ നമ്മുടെ ജീവിത വിഭവങ്ങളായോ നമ്മളിലേക്കുണ്ടാവാൻ പാടില്ല, നമ്മളിലേക്ക് വരാൻ പാടില്ല. ആ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം. അങ്ങനെ സൂക്ഷ്മതയുടെ, തഖ്വയുടെ മാസമാണ് റമളാൻ മാസം. ആ ഒരു വിധാനത്തിലേക്ക് നമ്മൾ ഉയരണം. ആരാധനകൾ അതിനുള്ള മാർഗങ്ങളാണ്. നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും വിശുദ്ധ ഖുർആനിന്റെ പഠനവുമൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തെ ഏറ്റവും സൂക്ഷ്മതാതലത്തിലേക്ക് ഉയർത്തുന്നതിന് സഹായകമാവണം. ഒരു 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിച്ചു പോകുന്ന, ഐച്ഛിക നമസ്കാരങ്ങളിൽ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന, എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പണിയെടുക്കുന്ന ഒരാളെ ചൂണ്ടി നമുക്കയാളെ മുത്തഖി എന്ന് പറയാനാവില്ല. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുമ്പോഴേ ഒരാളെ കുറിച്ച് നമുക്ക് അയാളെ സൂക്ഷ്മതയുള്ളവരാണ്, മുത്തഖിയായ മനുഷ്യനാണെന്ന് പറയാനാവും. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണമാവണം. റമദാനിൽ ഒരു പരിധിവരെ നമ്മളത് ആസ്വദിക്കാറുണ്ട്, ശരിയല്ലേ? മറ്റു കാലങ്ങളിൽ നമസ്കരിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമല്ലേ നോമ്പുകാലത്തെ നമ്മുടെ നമസ്കാരങ്ങൾ? അതെ, നമ്മൾ ഒരുങ്ങിയാണ് നമസ്കരിക്കാറുള്ളത്. പരമാവധി പുരുഷ ജനങ്ങളൊക്കെയും ജമാഅത്തായി നമസ്കരിക്കണമെന്ന നിർബന്ധ ബുദ്ധി കാണിക്കാറുണ്ട്. അതിലേറ്റവും നമുക്ക് ആനന്ദകരമായ നമസ്കാരമായിരിക്കും പലപ്പോഴും സുബ്ഹി ജമാഅത്ത്. എന്തുകൊണ്ടാ? അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന മുന്നൊരുക്കം വളരെ വളരെ കൂടുതലാണ്. സുന്നത്തായ അത്താഴത്തിന് ശേഷം സുബ്ഹി ബാങ്ക് കേൾക്കുന്നത് വരെ പ്രാർത്ഥനകളിലും ഖുർആൻ പഠനത്തിലും ദിക്റുകളിലും ദുആകളിലും നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുന്നു. സുബ്ഹിയുടെ വിളി കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച്, നവാത്തി സുന്നത്ത് നമസ്കരിച്ച് നമ്മൾ പള്ളിയിലേക്ക് നടക്കുന്നു. പള്ളിയിലെത്തി 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് 1ാമത്തെ സഫില് ഇഖാമത്തിന് കാതോർത്തിരിക്കുമ്പോ കിട്ടുന്ന നിർവൃതി ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത നിർവൃതിയാ. അത് ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ ആരാധനകളെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോ ആരാധനകളിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന എല്ലാ ഗുണഗണങ്ങളും നമുക്ക് ലഭിച്ചു തുടങ്ങും. നമസ്കാരം എന്തിനുള്ളതാ? എല്ലാ ഫഹ്ശാകളിൽ നിന്നും, എല്ലാ അരുതായ്മകളിലും കൊള്ളരുതായ്മകളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ കാത്തുകൊള്ളും. എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിൽ അരുതായ്മകൾ ഉണ്ടാവില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയ എല്ലാ തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അവൻ മാറി നിൽക്കും. ഞാൻ സൂചിപ്പിച്ചത് തഖ്വ എന്ന വിശേഷണം പൂർണ്ണമായ അർത്ഥത്തിൽ നോമ്പുകാരൻ
അതിനർഹനായി തീരുക എന്നുള്ളതാണ്. അനുബന്ധമായി കുറെ വിശേഷണങ്ങളുണ്ട്, അതിനാഴങ്ങളിലേക്ക് പോവുകയില്ല. ഹാദാ ഷഹ്റുൽ മഗ്ഫിറ, ഇത് മഗ്ഫിറത്തിന്റെ മാസമാ, പാപമോചനത്തിന്റെ മാസമാ. അല്ലാഹു റഹ്മാനും റഹീമുമാണ്. അല്ലാഹു റഹ്മാനും റഹീമുമാണ്. റഹ്മാനായ തമ്പുരാൻ, പരമകാരുണ്യകനായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ ഒരു ഉറച്ച ധാരണ നമുക്കുണ്ടാവണം. ജീവിതത്തിൽ അരുതായ്മകൾ സംഭവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ചിന്തകൾ കൊണ്ടെങ്കിലും ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ മനോമുഖരത്തിൽ മാത്രം ഉയർന്നു പൊന്തിയ അരുതായ്മകൾ ഉണ്ടാവും. നാവുകൊണ്ടും കൈകൊണ്ടും ഇടപെടൽ കൊണ്ടും ഇടപാടുകൾ കൊണ്ടുമൊക്കെ മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിച്ചത് പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അതൊക്കെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് എല്ലാവിധ വീഴ്ചകളും കരഞ്ഞു പറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തേണ്ട കാലമാണ് റമദാൻ. പാപമോചനത്തിന്റെ രാപ്പകലുകളാണ് ഇനി വരാനിരിക്കുന്നത്. ആരെയും നമ്മൾ കാത്തിരിക്കേണ്ട. രാവിന്റെ മധ്യയാമത്തിനും അന്ത്യയാമത്തിനും ഒക്കെ നമുക്ക് കൈയുയർത്തി സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് തന്റെ കുറ്റങ്ങൾ ഏറ്റുപറയാനാവണം. ഏറ്റുപറഞ്ഞു കഴിഞ്ഞാലോ അതിന്റെ വിശാല തലങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. എങ്ങനെയായിരിക്കണം ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. തെറ്റിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുകയും ആ തെറ്റിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ദൃഢനിശ്ചയം നടത്തുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ അള്ളാഹ് നമ്മളെ സ്വീകരിക്കും. 100 മനുഷ്യരെ കൊന്നയാൾക്ക് സ്വർഗം ലഭിച്ച വിശാലമായ ഒരു ഹദീസിന്റെ താല്പര്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. 99 ആളുകളെ കൊന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുന്നത്. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ പ്രവാചകന്റെ തിരുനാവിലൂടെ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് എന്തിനാ? ജീവിതത്തിൽ എത്ര വീഴ്ചകൾ സംഭവിച്ചവർക്കും എത്ര വലിയ പാപങ്ങൾ ചെയ്തവർക്കും മാനസാന്തരമുണ്ടായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി ജീവിതം നന്നാക്കിയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. നമുക്ക് വലിയ ഒരു ഊർജമാണത്. ഒരു റമദാനിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്, ഒരു റമദാനിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായിട്ട് ഒരാൾക്ക് തന്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ, കരിച്ചു കളയാൻ കഴിയാതെ പോയാൽ അവനേക്കാൾ വലിയ ഹതഭാഗ്യവാനില്ല. വരാനിരിക്കുന്ന 11 മാസക്കാലത്തേക്ക് അടുത്ത റമദാൻ വരെ ജീവിക്കാൻ ആവശ്യമായ ഈമാനികമായ ഊർജം സമാഹരിക്കാൻ, ആ ഊർജം സമാഹരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാവണം. പാപഭംഗിരമായ മനസ്സാണെങ്കിൽ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ആ മനസ്സിനെ നിഷ്കളങ്കമാക്കിയതിന് ശേഷമായിരിക്കണം സുചിന്തിത തീരുമാനങ്ങളുമായി നാം മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ മറ്റൊരുപാട് വിശേഷണങ്ങൾ. ഹാദാ ശഹ്റുൽ ബറഖ, ഹാദാ ശഹ്റുർ റഹ്മ, ഹാദാ ശഹ്റുൽ മവാസത്ത്. ഇത് നമ്മുടെ ഇതുപോലുള്ള സംഗമങ്ങളൊക്കെ മവാസാത്തിന്റെ ഭാഗമാണ്. ഒന്നിച്ചു ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതാണ്. സഹകരണത്തിന്റെ തലങ്ങളാണ്. ഇത് സഹകരണത്തിന്റെ മാസമാണ്. നാം നിർവഹിക്കുന്ന പല ആരാധനകളും അതിന്റെ ഭാഗമാണ്. സകാത്തും സദഖയും ഒക്കെ സാമൂഹ്യമായിട്ടുള്ള കടപ്പാടുകളുടെ പൂർത്തീകരണമാണ്. വിശ്വാസികൾ ആ വിഷയത്തിലേക്ക് ഏറെ താല്പര്യം കാണിക്കുന്ന കാലം നമുക്കിടയിൽ ജീവിക്കുന്ന ആവശ്യക്കാരനെ കണ്ടെത്തി ആരുമറിയാതെ അവന്റെ ആവശ്യ പൂർത്തീകരണം നടത്തുന്ന എത്രയെത്ര സഹോദരങ്ങളെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തന്റെ ഹോസ്പിറ്റൽ ബിൽ എങ്ങനെ കെട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്ന് ബേജാറോടുകൂടി ഇരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞത്, ആരാണെന്നറിയില്ല, ആശുപത്രി അക്കൗണ്ടിലേക്ക് ഞാൻ അടയ്ക്കേണ്ട 76,300 രൂപ നേരിട്ടടച്ച് ആശുപത്രി അധികാരികൾ എന്റെ റൂമിൽ എനിക്ക് ഡിസ്ചാർജ് ബില്ല് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. അദ്ദേഹത്തെ കാണാൻ പോയ ഡിസ്ചാർജ് സമയത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വാഹനവുമായി ചെന്ന അയൽവാസി ഈ വർത്തമാനം കേട്ടിട്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു, ആരാണ് നിങ്ങളെ സഹായിച്ചത്? ഈ മനുഷ്യൻ പറഞ്ഞു, അത്ര എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ എന്നെ ആശുപത്രിയിൽ കണ്ടുപോയിട്ടുണ്ട്. പലരും എന്റെ ക്ഷേമം അന്വേഷിച്ചു, സാമ്പത്തിക നിലയെക്കുറിച്ച് ചോദിച്ചു. പലരോടും ഞാൻ എന്റെ സ്വകാര്യതകൾ പങ്കുവച്ചില്ല. അപൂർവം ചിലരോട് പറഞ്ഞു, പരിഹരിക്കപ്പെടും, മക്കളൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ അറിയാതെ തന്നെ ആരോ അവർ കാര്യമാടിയത്. വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാത്തവർക്ക് നാളെ
വലിയ പദവിയും വലിയ സ്ഥാനവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹവും ലഭിക്കാനിരിക്കുന്നുവെന്ന ബോധ്യം. അങ്ങനെ സഹകരണത്തിന്റെ കാര്യം, ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിർവഹിക്കാത്തവന്റെ ഒരാരാധനയും അള്ളാഹുവിന് ആവശ്യമില്ല. മറ്റൊന്ന്, ഇത് വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഹദാ ശഹ്റുൽ ഫുർഖാൻ, ശഹ്റുൽ ഖുർആൻ. വിശുദ്ധ ദീനില് 4 മാസങ്ങളെയാണ് പ്രത്യേക മാസങ്ങളായി, പുണ്യമാസങ്ങളായി എണ്ണിയത്. ആ 4 മാസങ്ങളിൽ വിശുദ്ധ റമദാനില്ലല്ലോ. ഹജ്ജുമായി ബന്ധപ്പെട്ട ആരാധനകളുമായി ബന്ധപ്പെട്ട മാസങ്ങളാണത്. റമദാനിന്റെ പ്രത്യേകത എന്താ? റമദാനിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്ന പ്രത്യേകതയാണ് റമദാനിന്. ആ അവതീർണ രാത്രിയെക്കുറിച്ചും ദിനങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. ഒരു മനുഷ്യായുസ് മുഴുവൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിച്ചാൽ കിട്ടുന്ന അത്രയും പ്രതിഫലം ഒരു രാവിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അങ്ങനെയുള്ളൊരു രാവ് ഉൾപ്പെടുന്ന മാസം. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്കുള്ള ഗ്രന്ഥമാണ്, അല്ല, ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഗ്രന്ഥമാണ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ വക്താക്കൾ എന്ന് അഭിമാനപൂർവ്വം പറയുന്ന നമ്മൾ ആ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ കർമ്മങ്ങളിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ ലോകർക്ക് പകർന്നു നൽകാൻ പരിശ്രമിക്കണം. ഖുർആനിന്റെ അധ്യാപനങ്ങള് നമ്മെ നാമാക്കാൻ പര്യാപ്തമാണെങ്കിൽ തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റാൻ നമ്മെ കണ്ടുവളരുന്ന നമ്മുടെ സഹജീവികൾ സന്നദ്ധരാകും. നാട്ടിൽ എന്തൊക്കെ കുതൂഹലങ്ങൾ ഉണ്ടായിക്കോട്ടെ, വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികളെ ലോകം അംഗീകരിക്കുന്നു, മനുഷ്യർ അംഗീകരിക്കുന്നു. അവര് മാനവികതയുടെ പക്ഷത്താണെന്ന് ഉറക്കെ പറയാൻ ആളുകൾ ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ 4-ാം തീയതിയില് മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രമായ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെന്തായിരുന്നു? തിരുവനന്തപുരം പാളയം മുഹീദ്ദീൻ മസ്ജിദിലെ ഇമാമായ ഡോക്ടർ ഷുഹൈബ് മൗലവിയുടെ ഖുത്ബയായിരുന്നു ഒരു ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നത്? മാനുഷികമായ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഒരു വിശ്വാസി നിർവഹിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എത്തിയടുത്ത അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്ക വിടുന്നു എന്ന വാർത്ത മക്കക്കാർക്കിടയിൽ പ്രചരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു നിവേദക സംഘമെത്തി. ആരായിരുന്നു അവര്? അബൂബക്കറിന്റെ പരിസര വീടുകളിലെ ഉമ്മമാരും സഹോദരിമാരും സാധാരണക്കാരായ ആളുകൾ. ഒരു സംഘം ആളുകൾ വന്ന് പറഞ്ഞു, അങ്ങ് പോകരുത്. ആശയപരമായി, ആദർശപരമായി അബൂബക്കറിന്റെ മറുചേരിയിലുള്ള ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്, അങ്ങ് പോകരുത്. അങ്ങയെപ്പോലുള്ള ആളുകൾ ഈ നാട് വിട്ടുപോയാൽ ഞങ്ങൾ എങ്ങനെ ഈ മണ്ണിൽ ജീവിക്കും? അതിന് മാത്രം സഹജീവികളോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച വ്യക്തിത്വങ്ങളായിരുന്നവർ. അവരിൽ നിന്നാണ് ഷുഹൈബ് മൗലവിയെ പോലുള്ള ആളുകൾ ഊർജ്ജം കൊണ്ടത്. എന്താ മൗലവി പ്രസംഗിച്ചത്? നമ്മളെ മുസ്ലിംകളാണ്, ഇത് വിശുദ്ധ റമദാനാണ്, വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ നാം വ്യതിരിക്തരാണ്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം പട്ടണത്തിൽ നടക്കുന്ന ഒരു വലിയ ഉത്സവമുണ്ട്, ആറ്റുകൽ പൊങ്കാല. ആ ഉത്സവത്തിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടെ ഒഴുകി വരും. ചൂടിന്റെ ഈ കാലത്ത് ആ മക്കൾക്കും സഹോദരിമാർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നോമ്പുകാരായ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. എവിടെ നിന്നാ പറയുന്നത്? വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ച്. അതാണ് കേരളം. സാന്ദർഭികമായി ഉണർത്തട്ടെ, ഈ കേരളത്തെയാണ്, ഈ കേരളത്തിലെ മുസ്ലിങ്ങളെയാണ് പലരും
പ്രത്യേക ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ആസൂത്രിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 29-ാം തീയതിയിലെ മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ സമാനമാണ്. ആ എഡിറ്റോറിയലിൽ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. ആ ഫോട്ടോ ഒരാനയുടെയും ആ ആനയുടെ പിൻകാലിന് താഴെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സഹോദരന്റെയുമാണ്. എന്താണ് ആനയ്ക്കും സഹോദരനുമുള്ള പ്രത്യേകത? കോഴിക്കോട്ടുകാരനായ സൈനുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആനയുടെ ഉടമസ്ഥനും ഒന്നാം പാപ്പാനുമായ സഹോദരൻ മലബാറിലെ ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് തന്റെ ആനയുമായി ഉത്സവത്തിന് വരികയാണ്. ഉച്ചസമയമായപ്പോ ക്ഷേത്രമധികാരികൾ മേളക്കാരെയും ആനക്കാരെയും ഒക്കെ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോ ആന ഉടമസ്ഥനും പാപ്പാനുമായ സൈനുദ്ദീൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ നോമ്പുകാരനാ. സൈനുദ്ദീന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ആ വർത്തമാനത്തോടുകൂടി അത് അവസാനിച്ചു എന്നാണ് കരുതിയത്. നോമ്പ് തുറക്കാൻ 10 മിനിറ്റ് ബാക്കി നിൽക്കെ ഞാൻ നിൽക്കുന്ന എന്റെ ആനയുടെ ചുവട്ടിലേക്ക് എനിക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ മുഴുവൻ വിഭവങ്ങളുമായി ആ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഘോഷ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ഒരാളെത്തുന്നു. ഞാൻ അതിശയിച്ചു പോയി. അതാണ് കേരളം. ഈ എഡിറ്റോറിയൽ വരുന്നത് കേരള സ്റ്റോറി പാർട്ട് 2 കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതിന്റെ പ്രദർശനം തടഞ്ഞ പശ്ചാത്തലത്തിലാണ്. ഉത്തരേന്ത്യൻ നാടുകളിൽ ബീഹാർ പോലുള്ള, ആസാം പോലുള്ള, ജാർഖണ്ഡ് പോലുള്ള അവിടെയല്ലേ അടുക്കളയിൽ നോക്കി കലത്തിലിരിക്കുന്ന ഭക്ഷണമേതെന്ന് നോക്കി പാവപ്പെട്ട മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചാക്രമിച്ചു കൊല്ലുന്നത്. നോമ്പുകാരിയെ മദ്യവും മനവും മൂത്രവും ഒക്കെ കുടിപ്പിക്കുകയും കടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിന്റെ പേരിൽ അങ്ങനെ ഒരു സ്റ്റോറി വരഞ്ഞുണ്ടാക്കി ഉത്തരേന്ത്യൻ അവിടെ രാഷ്ട്രീയ കമ്പോളങ്ങളിൽ അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അവിടെ തീരുന്നു കേരളത്തിന്റെ ചിത്രം? ഇല്ല. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് ഒരു വലിയ ജുമാ മസ്ജിദ് ഉണ്ട്. ആ ജുമാ മസ്ജിദിനോട് ചേർന്നാണ് ഒരു ഹൈന്ദവ സഹോദരിയുടെ വീടുള്ളത്. ആ ഹൈന്ദവ സഹോദരിയുടെ ഏകമകൾക്ക്, വിധവയായ അവരുടെ ഏകമകൾക്ക് വിവാഹാന്വേഷണം വന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ. കല്യാണം നടത്തിയാൽ കൊള്ളാമെന്ന് ആ സഹോദരിക്കുണ്ട്. പക്ഷെ കല്യാണ ചെലവും മകൾക്ക് കൊടുക്കേണ്ട മറ്റു വിഭവങ്ങളും ആലോചിച്ചപ്പോ അവർ വല്ലാതെ പ്രയാസപ്പെട്ടു. ഒരു പരീക്ഷണമെന്നോണം പള്ളി കമ്മിറ്റി ഭാരവാഹികളിൽ ഒരാളെ ഈ സഹോദരി സമീപിക്കുന്നു. നിങ്ങൾ എന്നെ സഹായിക്കണം. ആ മഹല്ല് ജമാഅത്തിന്റെ യോഗം ചേർന്ന് പള്ളിയോട് സമീപം ജീവിക്കുന്ന ആ സഹോദരിയുടെ മകളുടെ വിവാഹം പള്ളിമുറ്റത്ത് വിശാലമായ പന്തലിട്ട് ഹൈന്ദവ ആചാരപ്രകാരം നടത്തിക്കൊടുത്ത മണ്ണാണ് കേരളം. എന്നിട്ട് ഈ കേരളത്തെയാണ് വർഗീയതയുടെ നിർബന്ധപൂർവ്വം മതപരിവർത്തനം നടത്തുന്നതിന്റെ ബലം പ്രയോഗിച്ച് ഹൈന്ദവ സഹോദരങ്ങളെ ബീഫ് കഴിപ്പിക്കുന്നതിന്റെ, ഭക്ഷണം കഴിപ്പിക്കുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പകർത്തി വികലമാക്കാൻ ശ്രമിക്കുന്നത് കാണാതിരുന്നുകൂടാ. മഞ്ചേരിയില് ഒരു ഈദ്ഗാഹ്, അവിടുത്തെ ഒരു സ്കൂൾ മൈതാനത്താണ് നടക്കാറുള്ളത്. ആ ഈദ്ഗാഹിന് ഒരു തവണ അനുമതി കിട്ടിയില്ല. ഇലക്ഷനോടനുബന്ധിച്ചാണ് പെരുന്നാൾ വന്നത്. ഇലക്ഷൻ സാമഗ്രികൾ സ്കൂളിൽ ഡംപ് ചെയ്തതുകൊണ്ട്, സ്റ്റോക്ക് ചെയ്തതുകൊണ്ട് സ്കൂൾ മൈതാനം ഈദ്ഗാഹിന് വിട്ടു നൽകാൻ കഴിഞ്ഞില്ല. ഈദ്ഗാഹ് കമ്മിറ്റിക്കാർ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. വിശാലമായ ഒരു മൈതാനമില്ല. രണ്ടും കൽപ്പിച്ചവരവിടെയുള്ള ക്രിസ്ത്യൻ ചർച്ചിലെ പാതിരിയെ സമീപിച്ചു. പുരോഹിതനോട് ആവശ്യം പറഞ്ഞു. ഇരു കൈയും നെട്ടിയാണ് സ്വീകരിച്ചത്. ഈദ്ഗാഹിന് വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അംഗശുദ്ധി വരുത്താനുള്ള സൗകര്യം പോലും ആ ചർച്ചിന്റെ അധികാരികൾ ഒരുക്കി കൊടുത്തത് മലപ്പുറത്തെ മഞ്ചേരിയിലാണ്. ഇതൊന്നും പല സാഹിത്യകാരന്മാരും പല വിജ്ഞാനപ്പെടുക്കളും രാഷ്ട്രീയ തമ്പുരാക്കന്മാരും കാണാതെ പോകുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. ഇതൊക്കെയാണ് സൗഹൃദ സദസ്സിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. മുസ്ലിങ്ങൾ കേവലം ഒരു ആരാധനയായിട്ടല്ല നോമ്പിനെ കാണുന്നത്. ഞാൻ സൂചിപ്പിച്ചു, വിശപ്പെന്താണെന്നറിയണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉണ്ടായിട്ടും, എല്ലാ വിഭവങ്ങളും വീട്ടിലുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ അട്ടിക്ക് വകയില്ലാത്തവന്റെ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ്
അതിലൂടെ സ്വജീവിതത്തെ പരിവർത്തിപ്പിക്കാനുള്ള ഒരു ആരാധനയായിട്ടാണ് നോമ്പിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. ഈ വിശുദ്ധ ഖുർആനിന്റെ പ്രചരണവും പ്രചാരവും ഒക്കെ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അപ്പോഴാണ് നാം ഖുർആനിന്റെ അനുയായികളാവുക, അല്ലേ? ശരീരത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളെയും ഇച്ഛകളെയും നോമ്പ് കാലത്ത് നമ്മൾ നിയന്ത്രിച്ചു നിർത്തിയില്ലേ? അള്ളാഹുവിന്റെ കൽപ്പനകൾ സർവാത്മന അനുസരിക്കാൻ കഴിയുന്ന വിധം നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയില്ലേ? അങ്ങനെ പാകപ്പെടുത്തി ജീവിച്ചു മുന്നേറുന്ന നമുക്ക് തീർച്ചയായും നമ്മുടെ സഹജീവികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കാണാതിരിക്കാൻ കഴിയില്ല. നമുക്ക് ഒരുപാട് ധർമ്മസ്ഥാപനങ്ങളുണ്ട്. ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ മുൻനിര പ്രവർത്തകർ നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരുപാട് സംരംഭങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു സംരംഭമാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ധനസമാഹരണം നടത്തിയ കെയർ ഹോം. മലബാറിലെ ഏറ്റവും വലിയതും സുഖസൗകര്യ സമ്പൂർണവുമായ ഹൈജീനിക് ഷെൽട്ടറാണ് കെയർ ഹോം. ഇതിനകം 3000-ഓളം സാധാരണക്കാരായ ക്യാൻസർ ഡയാലിസിസ് പേഷ്യൻസിന് സൗകര്യമൊരുക്കിയ സ്ഥാപനം. അവിടെ ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. ഞാൻ ആ സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടിയ ആളുകളുടെ ലിസ്റ്റ് രാജ്യം തിരിച്ച്, സംസ്ഥാനം തിരിച്ച്, ജില്ല തിരിച്ചെടുത്തു. എന്റെ ജില്ലയിൽ നിന്ന് 300-ലധികം ആളുകൾക്ക് ഇവിടെ അഡ്മിഷൻ നൽകിയിട്ടുണ്ട്. ഞാൻ പാലക്കാട്ടുകാരനാണ്. അതിൽ 87% സഹോദരങ്ങളും ഹൈന്ദവ സുഹൃത്തുക്കളാണ്. അക്കൂട്ടത്തിലൊരമ്മ മണ്ണാർക്കാട് വലിയ പൂരം നടക്കുന്ന ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വീടുള്ളൊരമ്മ. അവർ 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ കെയർ ഹോമിലെ ജീവനക്കാരെയും അതിന്റെ സാരഥികളെയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പിറക്കാതെ പോയ മക്കളാ. എന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും പരിലാളനയും നിങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം. അതിന്റെ ഒരു അവസാന ആഗ്രഹമായി നിങ്ങൾ കണക്കാക്കണം. ഇനി ഒരു പക്ഷേ ഒരു ചികിത്സയ്ക്ക് പോലും കൂടി എന്റെ ശരീരം അനുവദിച്ചു കൊള്ളണമെന്നില്ല. രോഗം ഇനിയും മൂർച്ഛിച്ചേക്കാം. ആ അമ്മയുടെ സ്നേഹ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കെയർ ഹോമിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആ വീട്ടിൽ ചെന്നപ്പോ അവർ പറയുകയുണ്ടായി, ഞങ്ങൾ അതിശയിച്ചു പോയി. സമീപ വീടുകളിലെ മുഴുവൻ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും തന്റെ വീട്ടിലേക്ക് അമ്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു. എന്നിട്ട് കെയർ ഹോമിന്റെ ജീവനക്കാരെയും അതിന്റെ സാരഥികളെയും ചേർത്ത് പിടിച്ചു പറയുകയാ, ഇവരാണ് 2 മാസക്കാലം എന്നെ അമ്മയെ പോലെ പരിചരിച്ചത്. എവിടെ നിന്നാണ് നമുക്ക് ഇതിനുള്ള ഊർജം? വിശുദ്ധ ഖുർആനിൽ നിന്ന്. അഗതികൾക്കും അനാഥകൾക്കും അശരണർക്കും ഒക്കെ നിങ്ങൾ നൽകിയാൽ, അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അള്ളാഹു നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കും. ആ ഒരൊറ്റ വിജ്ഞാനം തന്നെയാണ്, അറിവ് തന്നെയാണ് നമ്മെ നന്മയിൽ വഴി നടത്താൻ. പുളിക്കൽ കരിപ്പൂരിനടുത്ത് വലിയ പറമ്പിൽ ഭിന്നശേഷിക്കാരുടെ നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്. 170-ലേറെ അന്തേവാസികൾ അവിടെ താമസിക്കുന്നു. അതിൽ മാനസിക നില തെറ്റിയവരുണ്ട്, കണ്ണു കാണാത്തവർ, വീൽ ചെയറിനെ ആശ്രയിക്കുന്നവർ, ചെവി കേൾക്കാത്തവർ, അങ്ങനെ പലരും. അതിൽ ധാരാളം ആളുകള് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിൽപ്പെട്ട ആളുകള് തിരുവോണത്തിന് പോലും സ്വന്തം വീടുകളിലേക്ക് പോകാതെ എബിലിറ്റിയിലുള്ള തങ്ങളുടെ സഹജീവികളുടെ കൂടെ സന്തോഷത്തിന്റെ ഓണം ആഘോഷിക്കുന്ന അവിടുത്തെ സഹോദരിമാരെ കാണുമ്പോൾ ആരുടെ കണ്ണാണെന്നറിയാത്തത്. ഒരു വർഷം അവർക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കാൻ 1.5 കോടിയിലധികം രൂപ ഈ ഇരിക്കുന്ന ആദർശത്തിന്റെ പടച്ചതമ്പുരാനെയും പരലോകത്തെയും പ്രതീക്ഷിച്ച് പണിയെടുക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് മുന്നിട്ടിറങ്ങി ഉണ്ടാക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഖുർആൻ അവതീർണമായ ഒരൊറ്റ പ്രത്യേകത കൊണ്ടുപോകാൻ മാത്രം 1 മാസക്കാലം നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് ആരാധനകളുടെയും സൽപ്രവർത്തനങ്ങളുടെയും കാലമായി നാം ഉദ്ഘോഷിക്കുന്ന ഈ നോമ്പുകാലത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കഴിയണമത്. നമ്മുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് ദുന്യവിയല്ല, അത് ഉഖ്റവിയാണ്. ഒരാളുടെയും നല്ല വർത്തമാനത്തിന് നമ്മൾ കാത്തു നിൽക്കാറില്ലല്ലോ. ഇസ്ലാം പഠിപ്പിച്ചതാ. വിശുദ്ധ ഖുർആനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അടുത്ത അനുചരന്മാരുടെയും ചരിത്രമത. ഒറ്റ ചരിത്രം കൂടെ പറഞ്ഞോട്ടെ. വിശ്വാസികൾ, പ്രത്യേകിച്ച് പ്രവാചകന്റെ അനുചരന്മാർ, സ്വഹാബത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചിരുന്നവരാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അത് ഏറ്റെടുക്കുന്നതിൽ അവർ മത്സരിച്ചു മുന്നോട്ട് വന്നിരുന്നവരാണ്. മഹാനായ ഉമറിന്റെ ചരിത്രമറിയാത്ത ഒരു ജനപ്രതിനിധിയും കേരളത്തിന്റെ മണ്ണിലുണ്ടാകുമെന്ന് കരുതുന്നില്ല. മുമ്പൊക്കെ ഞാനൊക്കെ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോ 1970-കളിൽ ഖലീഫ ഉമറിന്റെ ഒരു പാഠമുണ്ടായിരുന്നു. കാലം കുറെ കഴിഞ്ഞപ്പോ ഇടക്കാലത്ത് ആ പാഠം പോയി. രണ്ടാമതും അത്തരത്തിലൊരു പാഠം തിരിച്ചു വന്നു. പാഠപുസ്തക കരിക്കുലം കമ്മിറ്റിയിലുള്ള ചില ആളുകളുമായി ആശയവിനിമയം നടത്താൻ അവസരം കിട്ടിയത് കൊണ്ടുകൂടി സൂചിപ്പിക്കുകയാണ്. ഇടതുപക്ഷ സഹയാത്രികരായിരുന്നിട്ട് പോലും എന്നെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ഉറപ്പായിട്ടും ഇത്തവണത്തെ പാഠപുസ്തകത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ പരിഷ്കാരത്തിലാണ് തിരിച്ചു വന്നത്. ആരാ? ഖലീഫ ഉമർ. മഹാനായ ഗാന്ധിജി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയാൽ ഞാൻ ഈ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ് എന്ന് മൊഴിഞ്ഞത് ഗാന്ധിജിയാണ്, മൗലാന ആസാദല്ല. എന്താണ് ഉമറിന്റെ പ്രത്യേകത? സാധാരണക്കാരനായി ജീവിച്ചു. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം ക്രമീകരിച്ചു. ഖലീഫയായിരുന്നിട്ടും ഇപ്പൊ നമ്മള് ഇറാനൊക്കെ പറയുന്നല്ലോ, പേർഷ്യ, പശ്ചിമേഷ്യയിലെ ഇന്നത്തെ 13ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രവിശാലമായ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മുഴുവൻ ആധിപത്യവും ഖലീഫ ഉമറിന്റെ കൈകളിലായിരുന്നപ്പോഴാണ് ഖലീഫ ഉമർ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ സാധാരണക്കാരനായി കിടന്നുറങ്ങിയത്. പേർഷ്യയിലെ വലിയ രാജാക്കന്മാരുടെ പ്രതിനിധികൾ വന്ന് മദീനയിൽ വന്ന് അന്വേഷിക്കുക, എവിടെയാണ് നിങ്ങളുടെ ഖലീഫ? വഴിപോക്കരോട് ചോദിക്കുക, എവിടെയാണ് നിങ്ങളുടെ ഖലീഫയുടെ കൊട്ടാരം? ഖലീഫയെ കാണാൻ പേർഷ്യയിൽ നിന്നാണ്, റോമിൽ നിന്നാണ്. നിങ്ങളിങ്ങനെ നേരെ പോയാൽ ഒരു ഈത്തമ്പന മരം കാണും. ആ ഈന്തപ്പന മരച്ചുവട്ടിൽ ഒരു മനുഷ്യൻ പച്ചമണ്ണിൽ കിടന്നുറങ്ങുന്നത് കാണാം. അതാണ് നിങ്ങളുടെ ഖലീഫ. എന്തുകൊണ്ടങ്ങനെ ജീവിച്ചു? എന്തുകൊണ്ടങ്ങനെ ജീവിക്കാൻ സാധിച്ചു? നിർഭയരായി ഈ ദുനിയാവിൽ ഇന്ന് കഴിയുന്നുണ്ടോ? ഇല്ല. പഞ്ചായത്ത് മേലധികാരികൾക്ക് പോലും പോലീസ് പ്രൊട്ടക്ഷൻ നൽകേണ്ട ഗതികേടിലാണ് വർത്തമാനകാല ഇന്ത്യയിലെ പല പ്രദേശങ്ങളും. എനിക്കറിയാം, ജാർഖണ്ഡില് ഒരു വിദ്യാലയത്തിന്റെ ഉദ്ഘാടനത്തിൽ ചെന്നപ്പോ കേരളത്തിൽ നിന്ന് 10-15ഓളം ആളുകൾ പോയിരുന്നു. ഒരു MLA വന്നത് 24 അകമ്പടിക്കാരന്റെ പിൻബലത്തിലാണ് ഒരു MLA വന്നത്. ഞാൻ ആ കൂട്ടത്തിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംവദിച്ചു, സർ, ഇങ്ങനെയാണ് ഇവിടെ MLA വരാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് ഇദ്ദേഹത്തിന്. വീണ്ടും ചോദിച്ചു, ഈ വാഹനങ്ങൾ മുഴുവൻ സർക്കാരിന്റേതാണോ? അല്ല, അതിന് 4 വാഹനങ്ങളാണ് സർക്കാരിന്റേത്. ബാക്കി അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനവും സ്വകാര്യ ബറ്റാലിയനുമാണ്. പല നാടുകളും അങ്ങനെയാ. ഒരുപാട് മഹാരഥന്മാര് നേതൃത്വം നൽകിയ ഭരണചക്രം തിരിച്ച നമ്മുടെ ഇന്ത്യ. ഞാൻ സൂചിപ്പിച്ചത്, ഖലീഫ ഉമർ ഒരു പാതിരാത്രിയില് ഒരിക്കങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഉമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട് കണ്ടു. നിങ്ങൾ കെട്ടി തഴമ്പിച്ചൊരു ചരിത്രമാണ്. ആ ഉമ്മയുടെ അടുത്തേക്ക് കയറി ചെന്ന് സലാം പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. ഉമ്മ പ്രതികരിച്ചു. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം? അതേ മോനെ, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ ഉമ്മ, നിങ്ങളുടെ വീടും പരിസരവും ഒന്നും കണ്ടാൽ അങ്ങനെയല്ലല്ലോ. ഉമ്മ കിടക്കുന്ന വിരിപ്പും ഉമ്മ ധരിച്ച വസ്ത്രവും അവരുടെ തലയിണിക്കരിയിൽ ഒരുക്കി വെച്ച ഭക്ഷണവും അവരുടെ വീടിന്റെ പരിസരവും ഒക്കെ വളരെ വൃത്തിയുള്ളത്. ഉമ്മനെ ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് ഹിദ്മ ചെയ്യാൻ, സഹായം ചെയ്യാൻ ആരെങ്കിലും ഇവിടെ വരാറുണ്ടോ? അപ്പൊ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ട് മോനെ, ഒരാൾ വരും. ഉമർ ആവേശപൂർവ്വം ചോദിച്ചു, ആരാണ് ഉമ്മയാള്? ആരാണ് ഉമ്മയാള്? ഉമ്മ ചിരിച്ചുകൊണ്ട് തിരിച്ചു പ്രതികരിച്ചു, മോനെ, ഈ ചോദ്യം ഞാൻ ആ വരുന്നയാളോട് പലവരും ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്നുവരെ താൻ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിന്റെ പരിസരത്ത് കാവലിരുന്നു. രാവിന്റെ മധ്യയാമം പിന്നിട്ടപ്പോ നീണ്ടു വലിഞ്ഞ ഒരാള് കാലടികൾ ഇങ്ങനെ നെട്ടിവെച്ച് ആ വീട് ലക്ഷ്യമാക്കി നടന്നു വരുന്നു.
ഉമറിന്റെ ഒരു ആത്മകഥമുണ്ട്. ഇല്ല അബൂബക്കർ, ഇല്ല അബൂബക്കർ, അങ്ങയെ തോൽപ്പിക്കാനാവില്ല. ഇസ്ലാമിക ഖിലാഫത്തില് പ്രവാചകന് ശേഷം ഒന്നാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കറിന്റെ ജീവിതമായിരുന്നു. അവർ ഊർജം ഉൾക്കൊണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന്. നമുക്കുമാവണമത്, നമുക്കുമാവണമത്. കേരളത്തിന്റെ മണ്ണിൽ, മലബാറിന്റെ മണ്ണിൽ ഒരുപാട് ധർമ്മസ്ഥാപനങ്ങളുടെ മുന്നിൽ നിന്ന് പണിയെടുത്ത പലരും ഊർജം ആവാഹിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്ന്. ഞാൻ ചുരുക്കുന്നു, ഇനിയും അതിഥികൾ സംസാരിക്കാനുണ്ട്. റമദാൻ വിശ്വാസികളെ നമുക്കുള്ളതാ. ഈ റമദാനിലെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്തരുത്. അടുത്തൊരു റമദാനിന് നമ്മളിൽ ആരൊക്കെ ഉണ്ടാകും അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ. എത്ര അരോഗ ദൃഢഗാത്രയായ, അങ്ങനെയാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കാറുള്ളത് അല്ലേ? എത്ര ആരോഗ്യമുള്ളവരാണ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയത്. ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞ് കൈ നൽകി പിരിഞ്ഞു പോയവര്, അവരുടെ മരണവാർത്തയാണ് പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. കാർഡിയാക് അറസ്റ്റായും സ്ട്രോക്കായും മറ്റസുഖങ്ങളായും അല്ലേ? 3 ദിവസമാണ് തുടർച്ചയായി പനിച്ചത്. ആന്റിബയോട്ടിക് കഴിച്ചു, 1 അല്ല 2 കോഴ്സ്. പിന്നെയും പനി വരുന്നു. ഉയർന്ന പരിശോധന 3 or 4 ആഴ്ചകൾ കഴിയുമ്പോൾ വിശദമായ റിപ്പോർട്ട് വരുമ്പോ ചികിത്സിക്കാൻ കഴിയാത്ത വിധമുള്ള അസുഖങ്ങളുടെ അടിമകളായി മാറുന്നു. ലോകം അങ്ങനെയാ. കിട്ടിയ സമയം ഒരു സെക്കൻഡ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ജനങ്ങൾക്ക് വഴികാട്ടിയായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനെ ആദ്യം നാം നെഞ്ചേറ്റുക. നമ്മുടെ ജീവിതത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ സഹജീവികൾക്കിടയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കട്ടെ. എന്നിട്ട് നമ്മൾ ആളുകൾക്കത് കൈമാറണം. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും കാരുണ്യം കാണിക്കാൻ ആവശ്യപ്പെട്ട ഒരു ഗുരുനാഥന്റെ അനുയായികളാണ് നമ്മൾ. ഒരു പക്ഷിക്കുഞ്ഞിനെ കൗതുകത്തോടുകൂടി പിടിച്ചുകൊണ്ടുവന്ന ഒരു അരുമയോട്, ഒരു കൊച്ചുബാലനോട്, മോനെ ഈ കുഞ്ഞിന്റെ അമ്മ വിഷമിക്കില്ലേ? പറക്കമുറ്റാത്ത ഈ പക്ഷിക്കുഞ്ഞിനെ അതിന്റെ അമ്മയോടൊപ്പം അതിന്റെ കുട്ടിലേക്ക് തിരിച്ചയക്കുന്നതല്ലേ നല്ലത്? ആരാണ് പറയുന്നത്? ലോകഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എവിടെ നിന്നാണ് ഊർജ്ജമാവാഹിച്ചത്? വിശുദ്ധ ഖുർആനിൽ നിന്ന്. എനിക്ക് നിങ്ങൾക്കുമാവണം. അങ്ങനെ സ്വജീവിതം നന്നാക്കി സാമൂഹ്യമായുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി ഏറ്റെടുത്ത് ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കാവുന്ന മുഴുവൻ നന്മകളും ചെയ്തുകൊണ്ട് ഈ റമദാനിന്റെ ശിഷ്ടരാപ്പകലുകൾ, ദിവസങ്ങൾ നമുക്ക് നമ്മുടേതാക്കി മാറ്റാം. അതോടൊപ്പം കേരളം എന്ന മണ്ണ്, വിദ്യാമഹാരാജ്യം, ഇത് ബഹുസ്വരതയുടെ, കരുത്തുറ്റ ഒരു ഭരണഘടനയുടെ പിൻബലമുള്ള, നാനാത്വത്തിലേകത്വം ഉദ്ഘോഷിക്കുന്ന ഈ രാജ്യത്തെ ഈ രാജ്യമായും ഈ നാടിനെ ഈ നാടായും നിലനിർത്താനുള്ള എല്ലാ നന്മകളിലും നമുക്ക് മുന്നിൽ നിന്ന് പണിയെടുക്കാൻ, നമ്മുടെ ഭാഗതയും നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നാം ഓരോരുത്തരും ബോധപൂർവം ഇടപെടുകയും പരിശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് നമുക്ക് ഈ സംഗമിച്ചതിന്റെ 10 മടങ്ങ് സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ സകുടുംബം ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ചുരുക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.